ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ. പ്രധാന വാർത്തകൾ. ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിലേക്കുള്ള പ്രചാരണം ഊർജിതം. മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ സജീവമായി രംഗത്ത്. പെരിയാറിൽ മത്സ്യങ്ങൾ ചത്തുപൊങ്ങിയ സംഭവത്തിൽ എറണാകുളം സബ് കളക്ടർ സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിച്ചു. 4 വർഷ ബിരുദ കോഴ്സ് സംബന്ധിച്ച് പ്രിൻസിപ്പൽമാർക്കും അക്കാദമിക് കോർഡിനേറ്റർമാർക്കുമുള്ള അവബോധ പരിപാടിക്ക് ഇന്ന് തുടക്കം. റേമൽ ചുഴലിക്കാറ്റിന്റെ പ്രഭാവത്തിൽ പശ്ചിമബംഗാളിൽ ശക്തമായ മഴ തുടരുന്നു. അടിയന്തര സാഹചര്യം നേരിടാൻ സജ്ജമെന്ന് സംസ്ഥാന സർക്കാർ. ഉസ്ബെക്കിസ്ഥാനിൽ നടക്കുന്ന ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ വനിതകളുടെ വോൾട്ടിൽ സ്വർണ്ണ നേട്ടവുമായി ഇന്ത്യൻ താരം ദീപ കർമാക്കർ. വാർത്തകൾ വിശദമായി. 7ാമത്തെയും അവസാനത്തെയും ഘട്ട ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രചാരണം ഊർജിതമാക്കി രാഷ്ട്രീയ പാർട്ടികൾ. ബിജെപിയുടെ മുതിർന്ന നേതാവും ആഭ്യന്തരമന്ത്രിയുമായ അമിത്ഷാ ഇന്ന് ഉത്തർപ്രദേശിൽ 3 പ്രചാരണം നടത്തും. ബിജെപി ദേശീയ അധ്യക്ഷൻ JP നഡ്ഡ ഇന്ന് വാരാണസിയിൽ പ്രചാരണ രംഗത്തുണ്ട്. AICC ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധി ഇന്ന് ഹിമാചൽ പ്രദേശിലും കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ബീഹാറിലും തിരഞ്ഞെടുപ്പ് പരിപാടികളിൽ പങ്കെടുക്കും. RJD നേതാവ് തേജസ്വി യാദവും സ്ഥാനാർത്ഥികൾക്കായി പ്രചാരണം നടത്തും. ജൂൺ 1 അവസാനഘട്ട തിരഞ്ഞെടുപ്പ്. പെരിയാറിൽ മത്സ്യങ്ങൾ ചത്തുപൊങ്ങിയ സംഭവത്തിൽ എറണാകുളം സബ് കളക്ടർ സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിച്ചു. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും തിരുവനന്തപുരത്ത് ഉന്നതതല യോഗം ചേരുമെന്നും മന്ത്രി P. രാജീവ് കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു. വെള്ളത്തിൽ ഏത് രാസപദാർത്ഥമാണ് കലർന്നതെന്ന് വ്യക്തമായാൽ ആ രാസമാലിന്യം പുറത്തുവിടുന്ന കമ്പനിയെ കണ്ടെത്തി തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി അറിയിച്ചിരുന്നു. 4 വർഷ ബിരുദ കോഴ്സ് സംബന്ധിച്ച് അവബോധം നൽകുന്ന പരിപാടിക്ക് ഇന്ന് തുടക്കം. വിവിധ സർവകലാശാലകളിലെ കോളേജ് പ്രിൻസിപ്പാൾമാർ, അക്കാദമിക് കോർഡിനേറ്റർമാർ തുടങ്ങിയവർക്കാണ് ക്ലാസ് നൽകുന്നത്. കാലിക്കറ്റ് സർവകലാശാലയ്ക്ക് കീഴിലെ വളാഞ്ചേരി MES KVM കോളേജിലാണ് സംസ്ഥാനതല പരിപാടി നടക്കുന്നത്. കാലിക്കറ്റ് സർവകലാശാലയിലെ എല്ലാ അഫിലിയേറ്റഡ് കോളേജുകളിലെ പ്രിൻസിപ്പാൾമാരും അക്കാദമിക് കോർഡിനേറ്റർമാരും പരിപാടിയിൽ പങ്കെടുക്കും. റേമൽ ചുഴലിക്കൊടുങ്കാറ്റ് കരതൊട്ടു. അർദ്ധരാത്രിയോടെ ബംഗ്ലാദേശിലെ ഖേപ്പുപാരയ്ക്കും പശ്ചിമബംഗാളിലെ സാഗർ ദ്വീപിനുമിടയിലാണ് ചുഴലിക്കാറ്റ് തീരം തൊട്ടത്. ചുഴലിക്കാറ്റിനെ തുടർന്ന് സുന്ദർബനിലും സൌത്ത് 24 പർഗാനാസ്, നോർത്ത് 24 പർഗാനാസ് ജില്ലകളിലെ തീരപ്രദേശത്തും കനത്ത മഴ തുടരുകയാണ്. ഹൌറ, ഹൂഗ്ലി, കൊൽക്കത്ത, നാദിയ ജില്ലകളിലും ശക്തമായ മഴയുണ്ട്. ചുഴലിക്കൊടുങ്കാറ്റിന്റെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഇന്നലെ അവലോകന യോഗം ചേർന്നു. ചുഴലിക്കാറ്റിനെ നേരിടാനുള്ള തയ്യാറെടുപ്പുകൾ യോഗം വിലയിരുത്തി. കേന്ദ്രം എല്ലാവിധ സഹായവും വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അടിയന്തര സാഹചര്യം നേരിടാൻ സജ്ജമെന്ന് സംസ്ഥാന സർക്കാർ അറിയിച്ചു. കേരളത്തിൽ ബുധനാഴ്ച വരെ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് ഒരു ജില്ലയിലും ജാഗ്രതാ നിർദ്ദേശമില്ല. മലയോര മേഖലകളിൽ മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ, മലവെള്ളപ്പാച്ചിൽ എന്നിവയ്ക്ക് സാധ്യതയുള്ളതിനാൽ ജാഗ്രത തുടരണമെന്നും മുന്നറിയിപ്പുണ്ട്. പ്രകൃതിയൊരുക്കിയ മറ്റ് ദൃശ്യങ്ങൾക്കൊപ്പം ഇടുക്കിയിലെ വിനോദസഞ്ചാര രംഗത്തെ മുഖ്യ ആകർഷണമാണ് ചെറുതും വലുതുമായ വെള്ളച്ചാട്ടങ്ങൾ. ദിവസങ്ങളോളം പെയ്ത വേനൽ മഴയിൽ വെള്ളച്ചാട്ടങ്ങളെല്ലാം സജീവമായതിന്റെ സന്തോഷത്തിലാണ് വിനോദസഞ്ചാരികൾ. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ. തൊമ്മൻകുത്ത്, ചീയാപ്പാറ, വളഞ്ഞങ്ങാനം, ഇലപ്പള്ളി തുടങ്ങി ഇടുക്കിയിൽ വെള്ളച്ചാട്ടങ്ങൾ നിരവധിയുണ്ട്. മിക്കതും പാതയോരങ്ങളിലായതിനാൽ ഏത് യാത്രാവേളകളിലും ഇവ ആസ്വദിക്കാനുമാകും. മലമടക്കുകളിൽ നിന്നുത്ഭവിച്ച പാലരുവിക്ക് സമാനമായാണ് മിക്ക വെള്ളച്ചാട്ടങ്ങളും ഒഴുകുന്നത്. ഇവിടുത്തെ കാഴ്ചകൾ ആസ്വദിക്കാനും നീന്തിത്തുടിക്കാനുമൊക്കെ നിരവധി ആളുകൾ ദിവസേനയെത്തുന്നുണ്ട്. എന്നാൽ അതിസാഹസങ്ങൾക്ക് മുതിർന്നാൽ വെള്ളച്ചാട്ടങ്ങളിൽ പതിയിരിക്കുന്ന അപകടക്കെണിയിൽ അകപ്പെടാനുള്ള സാധ്യതയും ഏറെയാണ്. മൺസൂൺ സീസൺ കൂടി വരുന്നതോടെ കാഴ്ചവിരുന്ന് ആസ്വദിക്കാനെത്തുന്ന സഞ്ചാരികളുടെ വരവ് ഇനിയും വർദ്ധിക്കും. മുൻ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ 60ാം ചരമവാർഷിക ദിനത്തോടനുബന്ധിച്ച് കണ്ണൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി നെഹ്റുവിന്റെ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തി. കണ്ണൂർ ജവഹർ പബ്ലിക് ലൈബ്രറി ആൻഡ് റിസർച്ച് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ ഇന്ന് വൈകുന്നേരം കണ്ണൂർ ജവഹർ ലൈബ്രറി ഓഡിറ്റോറിയത്തിൽ കവിയും പ്രഭാഷകനുമായ കൽപ്പറ്റ നാരായണന്റെ പ്രഭാഷണം നടക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ബാർകോഴ ആരോപണത്തിൽ മന്ത്രിമാർ കള്ളം പറയുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ടൂറിസം ഡിപ്പാർട്ട്മെന്റ് അമിതമായി ഇടപെടൽ നടത്തിയതായും എക്സൈസ് വകുപ്പ് നോക്കുകുത്തിയായെന്നും പ്രതിപക്ഷ നേതാവ് തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. മന്ത്രിമാരുടെ കള്ളം പൊളിഞ്ഞപ്പോൾ ഉദ്യോഗസ്ഥരെ കൊണ്ട് നുണ പറയിക്കുകയാണെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു.
ബാർക്കോഴ വിഷയത്തിൽ മുഖ്യമന്ത്രി മൌനം വെടിയണമെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. കേന്ദ്ര ഏജൻസികൾക്ക് അന്വേഷണം കൈമാറണമെന്നും കെ സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു. കോഴിക്കോട് നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യങ്ങൾ പറഞ്ഞത്. നിലമ്പൂർ നോർത്ത് ഫോറസ്റ്റ് ഡിവിഷന് കീഴിൽ വരുന്ന വാണിയംപുഴ വൻധൻ വികാസ് കേന്ദ്ര ഔട്ട്ലെറ്റ് തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ ആരംഭിച്ചു. ഇന്ത്യൻ റെയിൽവേയുടെ ഒരു സ്റ്റേഷൻ ഒരു ഉൽപ്പന്നം പരിപാടിക്ക് കീഴിൽ ആരംഭിച്ച സംരംഭം വഴി ശുദ്ധമായ കാട്ടുതേൻ ലഭ്യമാക്കുകയാണ് ലക്ഷ്യം. പരമ്പരാഗത രീതിയിൽ നിലമ്പൂരിലെ ആദിവാസി വിഭാഗങ്ങൾ ഉൾക്കാട്ടിൽ നിന്ന് ശേഖരിക്കുന്ന തേൻ വനം വകുപ്പിന്റെ നേതൃത്വത്തിലാണ് വിപണിയിലെത്തിക്കുന്നത്. കണ്ണൂർ കൊട്ടിയൂർ ക്ഷേത്രം വൈശാഖോത്സവത്തിലെ പ്രധാന ചടങ്ങായ ഇളനീർവയ്പ് ബുധനാഴ്ച നടക്കും. ഇതിനായുള്ള ഇളനീർ സംഘങ്ങൾ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കൊട്ടിയൂരിലേക്ക് യാത്ര ആരംഭിച്ചു. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ.ഒ. ശശിധരൻ. ഇളനീർക്കാവുകൾ വടത്തിൽ കെട്ടി ചുമലിലേന്തി കാൽനടയായാണ് സംഘങ്ങൾ അക്കരെ കൊട്ടിയൂർ ക്ഷേത്രത്തിലെത്തുക. ആയിരക്കണക്കിന് ഇളനീരുകൾ കൊട്ടിയൂരിലെത്തും. ഇവ ചെത്തിയെടുത്താണ് ഇളനീരാട്ടം. ബുധനാഴ്ച ഇളനീർ വെപ്പും തിരുവോണം ആരാധനയും നടക്കും. വ്യാഴാഴ്ചയാണ് ഇളനീരാട്ടവും അഷ്ടമി ആരാധനയും നടക്കുക. ഇളനീർക്കാവുമായി കണ്ണാടിപ്പറമ്പ് ചേലേലി ഇളനീർ സംഘം യാത്ര തുടങ്ങി. ചെറുവാഞ്ചേരി അക്കരമ്മൽ ഇളനീർ സംഘം നാളെ കൊട്ടിയൂരിലേക്ക് യാത്ര തിരിക്കും. സംഘങ്ങൾ രാത്രി മണത്തണ സംഗീതത്തിൽ തങ്ങിയ ശേഷമായിരിക്കും കൊട്ടിയൂരിലെത്തുക. അക്കരെ കൊട്ടിയൂരിൽ പ്രത്യേക പ്രസാദ കിറ്റ് വിതരണം ആരംഭിച്ചു. ഗുജറാത്ത് ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് നിഖിൽ എസ് കരിയിൽ ഉദ്ഘാടനം ചെയ്തു. അക്കരെ കൊട്ടിയൂരിലെ താൽക്കാലിക ശ്രീകോവിലിന്റെ നിർമ്മാണവും പൂർത്തിയായി. ഉസ്ബെക്കിസ്ഥാനിൽ നടക്കുന്ന ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ വനിതകളുടെ വോൾട്ടിൽ ചരിത്രം കുറിച്ച ഇന്ത്യയുടെ ദീപ കർമാക്കർ 13.566 ശരാശരി സ്കോർ നേടിയാണ് ദീപയുടെ സ്വർണ്ണ നേട്ടം. ഇതാദ്യമായാണ് ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിലെ ഒരു വിഭാഗത്തിൽ ഒരു ഇന്ത്യൻ താരം സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കുന്നത്. ഫൈനലിൽ 2 കൊറിയൻ താരങ്ങളെ മറികടന്നാണ് ദീപ മെഡൽ സ്വന്തമാക്കിയത്. 2015 നടന്ന ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ ഇതേ വിഭാഗത്തിൽ ദീപ വെങ്കല മെഡൽ നേടിയിരുന്നു. മെഡൽ നേട്ടത്തിൽ ഏറെ സന്തോഷമുണ്ടെന്ന് ദീപ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഗുജറാത്തിലെ രാജ്കോട്ടിൽ അമ്യൂസ്മെന്റ് പാർക്കിലുണ്ടായ തീപിടുത്തത്തിൽ TRP ഗെയിം സോൺ ഉടമകൾ ഉൾപ്പെടെ 6 പേർക്കെതിരെ ഹൈക്കോടതി സ്വമേധയാ എടുത്ത കേസ് ഇന്ന് പരിഗണിക്കും. മനഃപൂർവ്വമല്ലാത്ത നരഹത്യയ്ക്കാണ് കേസെടുത്തത്. ഗെയിം സോൺ ഉടമ യുവരാജ് സിംഗ് സോലങ്കി ഉൾപ്പെടെ 2 പേരെ അറസ്റ്റ് ചെയ്തതായി രാജ്കോട്ട് സിറ്റി പോലീസ് കമ്മീഷണർ അറിയിച്ചു. 27 പേരാണ് തീപിടുത്തത്തിൽ മരിച്ചത്. ബസ് സ്റ്റാൻഡിൽ ബസ്സുകൾ നിർത്തിയിടുന്നതിൽ ഏർപ്പെടുത്തിയ ക്രമീകരണങ്ങളിൽ പ്രതിഷേധിച്ച് ഒരു വിഭാഗം ബസ് ഉടമകളും തൊഴിലാളികളും ഒറ്റപ്പാലത്ത് മിന്നൽ പണിമുടക്ക് നടത്തുന്നു. അന്തരിച്ച ദേശീയ വടംവലി താരം മാത്യൂസ് മാത്യുവിന്റെ മൃതദേഹം നാളെ വൈകിട്ട് കണ്ണൂർ മണിക്കടവ് സെന്റ് തോമസ് ഫെറോന പള്ളി സെമിത്തേരിയിൽ സംസ്കരിക്കും. ഈ മാസം 5 വരെ ചെന്നൈയിൽ നടന്ന അഖിലേന്ത്യാ സർവകലാശാല വടംവലി ചാമ്പ്യൻഷിപ്പിൽ സ്വർണ്ണ മെഡൽ നേടിയ കാലിക്കറ്റ് സർവകലാശാല ടീമിലെ 1-ാം നമ്പർ താരമായിരുന്നു മാത്യൂസ് മാത്യു. 21 വയസ്സായിരുന്നു. തൃശൂർ കൊടകര സഹൃദയ കോളേജിലെ അവസാന വർഷ BSc വിദ്യാർത്ഥിയാണ്. കണ്ണൂർ തുളിശ്ശേരി നമ്പ്യാർമെട്ടയിൽ ഇന്നലെ രാത്രി അയൽവാസികൾ തമ്മിലുണ്ടായ വാക്കുതർക്കത്തിനിടെ മർദ്ദനമേറ്റ് ഒരാൾ മരിച്ചു. മറ്റൊരാൾക്ക് പരിക്കേറ്റു. അമ്പൻ ഹൌസിൽ അജയകുമാറാണ് മരിച്ചത്. 62 വയസ്സായിരുന്നു. സംഭവത്തിൽ ഓട്ടോറിക്ഷ ഡ്രൈവറായ അയൽവാസിയും 2 മക്കളും ഉൾപ്പെടെ 4 പേരെ ടൗൺ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഓട്ടോറിക്ഷ കഴുകുന്ന വെള്ളം റോഡിലേക്ക് ഒഴുക്കുന്നത് സംബന്ധിച്ചുണ്ടായ തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്ന് പോലീസ് പറഞ്ഞു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 391 പോയിന്റ് നേട്ടത്തിൽ 75,805-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 103 പോയിന്റ് നേട്ടത്തിൽ 23,060-ലും വ്യാപാരം പുരോഗമിക്കുന്നു. സ്വർണ്ണവിലയിൽ വർധന. പവന് 200 രൂപ വർദ്ധിച്ച് 53,320 രൂപയും ഗ്രാമിന് 25 രൂപ വർദ്ധിച്ച് 6,665 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിലേക്കുള്ള പ്രചാരണം ഊർജിതം. മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ സജീവമായി രംഗത്ത്. പെരിയാറിൽ മത്സ്യങ്ങൾ ചത്തുപൊങ്ങിയ സംഭവത്തിൽ എറണാകുളം സബ് കളക്ടർ സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിച്ചു. 4 വർഷ ബിരുദ കോഴ്സ് സംബന്ധിച്ച് പ്രിൻസിപ്പാൾമാർക്കും അക്കാദമിക് കോർഡിനേറ്റർമാർക്കുമുള്ള അവബോധ പരിപാടിക്ക് ഇന്ന് തുടക്കം. റേമൽ ചുഴലിക്കാറ്റിന്റെ പ്രഭാവത്തിൽ പശ്ചിമ ബംഗാളിൽ ശക്തമായ മഴ തുടരുന്നു. അടിയന്തര സാഹചര്യം നേരിടാൻ സജ്ജമെന്ന് സംസ്ഥാന സർക്കാർ. ഉസ്ബെക്കിസ്ഥാനിൽ നടക്കുന്ന ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ വനിതകളുടെ വോൾട്ടിൽ സ്വർണ്ണ നേട്ടവുമായി ഇന്ത്യൻ താരം ദീപ കർമാക്കർ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50-ന്.